അവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ് ഗോത്രക്കാരെ കുറിച്ച്, സമൂദ് ഗോത്രക്കാരെ കുറിച്ച് നമുക്കറിയാമല്ലോ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകം അല്ലാഹുവിന്റെ ഒരു ഖുദ്റത്തായിട്ട്, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായിട്ട് സമൂദ് ഗോത്രക്കാർക്കിടയിൽ അല്ലാഹു പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അതിന്റെ കുടിവെള്ളം നിങ്ങൾ മുടക്കരുത്, അത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതിനെ നിങ്ങൾ കൊല്ലരുതെന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ فقال لهم رسول الله ناقة الله فسقياها. പറഞ്ഞല്ലോ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതിനെ നിങ്ങൾ കൊല്ലല്ലേ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുതേ. ഫകذبوه فعقروها فكذبوه فعقروها. പക്ഷേ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആ മുന്നറിയിപ്പ് അവർ അവഗണിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നീചനായ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അഷ്ഖാ, ഏറ്റവും വലിയ പരാജിതനെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഖുദാർ ബിൻ സാലിഫ് എന്ന മനുഷ്യൻ, ഖുദാർ ബിൻ സാലിഫ് എന്ന മനുഷ്യൻ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തു തള്ളിയപ്പോൾ ഫകذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. ആലോചിക്ക് സഹോദരങ്ങളെ, ഫദംദമ അലൈഹിം റബ്ബുഹും, അവരുടെ റബ്ബ് അവരുടെ മേൽ തുടരെ തുടരെ അയച്ചു. ഒന്നിൽ അവസാനിച്ചില്ല, ഒന്നിന് പിറകെ ഒന്നായിട്ട് പടച്ച തമ്പുരാൻ അദാബ് പറഞ്ഞയച്ചു. എന്നിട്ട് ഖുർആൻ അടിവരയിട്ടിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അദാബ് അയച്ചത്? ബിദുനൂബിഹിം, അവരുടെ ദോഷം കാരണത്താൽ അല്ലാഹു അരുതേ എന്ന് പറഞ്ഞത്, അല്ലാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ പടച്ച തമ്പുരാൻ ഒന്നിന് പിറകെ ഒന്നായിട്ട് അല്ലാഹു അദാബ് കൊടുക്കുകയാണ്. അതല്ലേ ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ താക്കീതുകൾ അവഗണിക്കപ്പെടുമ്പോഴല്ലേ അല്ലാഹുവിന്റെ അദാബുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ടിറങ്ങുന്നത്. ആലോചിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്റബ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത്. വ്യഭിചരിക്കരുതേ എന്നല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വ്യഭിചരിക്കരുതേ എന്നല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോവുക പോലും ചെയ്യരുത്. അഥവാ മുഫസ്സിരീങ്ങളായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന, ആ വ്യഭിചാരത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒന്നും തന്നെ നിങ്ങളിൽ നിന്നുണ്ടാവരുത്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കാഴ്ച കേൾവി കൊണ്ട്, സംസാരം കൊണ്ട്, നിങ്ങളുടെ സ്പർശനം കൊണ്ട്, കൊണ്ടും തന്നെ നിങ്ങളിൽ നിന്ന് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, വ്യഭിചാരത്തോടെ നിങ്ങൾ അടുത്തു പോവരുത്. പക്ഷേ ഇന്നോ എന്താ സംഭവിച്ചത്? ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഖിറു സമാനായാൽ, ലോകം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലാഹുവേ
അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഹാബാ, ലോകം അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ എന്റെ സമുദായത്തിലുള്ളവർ അവരുടെ സകലമാന അവയവങ്ങളെ കൊണ്ട് വ്യഭിചരിക്കും സ്വഹാബാ. അവരെ കണ്ണ് വ്യഭിചരിക്കും സ്വഹാബാ, അവരുടെ കാത് വ്യഭിചരിക്കും സ്വഹാബാ, അവരുടെ അതരങ്ങൾ വ്യഭിചരിക്കും സ്വഹാബാ, അവരുടെ ഖൽബ് വ്യഭിചരിക്കും സ്വഹാബാ, അവരുടെ സകലമാന അവയവങ്ങളും വ്യഭിചരിക്കും സ്വഹാബാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പഠിപ്പിക്കുകയാണ്, പ്രായപൂർത്തിയെത്താത്ത, എന്താണ് ലൈംഗികത എന്നറിയാത്ത ചെറിയ മക്കൾ വരെ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം വരും സ്വഹാബാ. അന്ന് നടുറോട്ടിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം നടക്കുമ്പോൾ, വഴിമധ്യത്തിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം നടക്കുമ്പോൾ, ഒരു അണുമണി തൂക്കം ഖൽബിൽ ഈമാനുള്ളവൻ ആ വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കടാ, വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കടാ എന്ന് പറയാൻ ആർജവം കാണിച്ചാൽ, നടുറോട്ടിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം നടക്കുമ്പോൾ വഴിയിൽ നിന്നൊന്ന് മാറി നിന്നൂടെ എന്ന് ചോദിക്കാൻ ആർജവം കാണിക്കുന്നവന് ഇന്നത്തെ അബൂബക്കറിന് തുല്യമാണ്, ഉമറിന് തുല്യമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബോധം തരട്ടെ, ആമീൻ പറ. അല്ലാഹു ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, മനുഷ്യനവന്റെ സകലമാന അവയവങ്ങളെ കൊണ്ട് വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരിക. അവന്റെ കണ്ണും കാതും അവന്റെ ഖൽബും കൈയും കാലും സകലമാന അവയവങ്ങളും വ്യഭിചരിക്കുക. പ്രായപൂർത്തിയെത്താത്ത, എന്താണ് ലൈംഗികത എന്നറിയാത്ത മക്കള് വരെ വ്യഭിചാരത്തിലേക്ക് നീങ്ങുക. മാത്രമോ, നടുറോട്ടിൽ വെച്ചുകൊണ്ട്, വഴിമധ്യത്തിൽ വെച്ചുകൊണ്ട് പരസ്യ വ്യഭിചാരം നടക്കുമ്പോൾ ആരെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് വഴിയിൽ നിന്നൊന്ന് മാറി നിന്നൂടെ എന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ചാൽ അവൻ ഈ കാലഘട്ടത്തിലെ ഉമറിനെ പോലെയാണ്, എന്റെ അബൂബക്കറിനെ പോലെയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു കാലഘട്ടം സംജാതമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നോ അത് സത്യമല്ലേ? അത് സത്യമല്ലേ? ഈ സദസ്സിലിരിക്കുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നെഞ്ചത്തൊന്ന് കൈവച്ച് ചിന്തിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു കാലഘട്ടം ഇന്നല്ലേ? നമ്മളുടെ ശരീരത്തിലെ സകലമാന അവയവങ്ങൾ വ്യഭിചരിക്കുകയല്ലേ? കണ്ണുകൊണ്ട് ഹറാമ് കാണുകയാണ്. പാതിരാ സമയത്ത് ഉറക്കപ്പായിലേക്ക് ചെന്നിട്ട് അവനവന്റെ റൂമിന്റെ അകത്ത് കയറിയിട്ട് വാതിലടച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ഹറാമിന്റെ ലോകത്താണ്, ഹറാമിന്റെ ലോകത്താണ്. അവന്റെ കാത് വ്യഭിചാരത്തിലാണ്. അന്യ പെണ്ണിന്റെയോ അന്യ ആണിന്റെയോ ശൃംഗാരമായ സംസാരം കേട്ടിട്ട് അവന്റെ കാത് ആനന്ദിക്കുമ്പോൾ അതവന്റെ കാതിന്റെ വ്യഭിചാരമാണ്. ഒരന്യ പെണ്ണിനോട് ശൃംഗരിക്കുന്നവന്റെ അതരങ്ങളുണ്ടല്ലോ, ഒരന്യ പുരുഷനോട് ശൃംഗരിക്കുന്നവരുടെ ചുണ്ടുകളുണ്ടല്ലോ, സംസാരിക്കുന്നവരുടെ നാവുണ്ടല്ലോ, അത് അവളുടെ വായിന്റെ വ്യഭിചാരമാണ്. ഒരന്യ പെണ്ണിനെ കൽബിൽ സ്നേഹിക്കല്, ഒരന്യ പെണ്ണിനെ കൽബിൽ സ്നേഹിക്കല്, ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കല്, ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ മനസ്സിലിട്ടിട്ട് അളന്നെടുക്കല്, ഇതവന്റെ കൽബിന്റെ വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എത്രത്തോളം എന്നറിയുമോ? സകലമാന അവയവങ്ങളും വ്യഭിചരിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറയുകയാണ്, ഹത്തൽ അനാമില,
അവന്റെ വിരൽ തുമ്പ് വരെ വ്യഭിചരിക്കുന്നതാണ്, വിരൽ തുമ്പ് വരെ വ്യഭിചരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 6-ാം നൂറ്റാണ്ടിലാണ് ഈ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് സ്വഹാബത്ത് ചിന്തിച്ചു പോയി കാണും, പടച്ചവനെ, വിരൽ തുമ്പിന്റെ വ്യഭിചാരം എന്താണ്? കണ്ണിന്റെ വ്യഭിചാരം കാണലാ, കാതിന്റെ വ്യഭിചാരം കേൾക്കലാ, ഖൽബിന്റെ വ്യഭിചാരം ഹറാം ചിന്തിക്കലാണ്. അങ്ങനെ ഓരോ അവയവത്തിന്റെ വ്യഭിചാരവും സമ്മതിക്കാം. പക്ഷേ വിരൽ തുമ്പിന്റെ വ്യഭിചാരം ഏതാണ്? അന്ന് സ്വഹാബത്ത് ചിന്തിച്ചു പോയിരിക്കാം. പക്ഷേ ഈ 21